പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പണ്ട് കാലം തൊട്ട് നമ്മൾ കേൾക്കുന്ന കൈക്കും കാലിനും ഒടിവ് പൊട്ടലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്ന പേര് കമ്പോ എന്ന് പറയുന്ന സ്ഥലമാണ്. നമുക്കറിയാം തമിഴ്നാട്ടിലുള്ള കമ്പോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ പോയി അവിടെ ചികിത്സ തേടുകയും അവരെല്ലാം സുഖം പ്രാപിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിതിപ്പം പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് എന്റെ വൈഫിന്റെ അമ്മ ഒന്ന് വീണായിരുന്നു. കുമരകത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ വെച്ചാണ് വീണത്. അവിടുന്ന് ഞങ്ങൾ രാത്രി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അവിടെ ചെന്ന ഡോക്ടർമാര് വിശദമായിട്ട് പരിശോധന എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു ഓപ്പറേഷൻ സർജറി അല്ലാതെ വേറെ ഇതിന് പോകാൻ വഴിയൊന്നുമില്ല, അപ്പൊ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആലോചിച്ചപ്പോഴത്തേന് മെഡിക്കൽ കോളേജിലേക്ക് നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതല്ല, ഒരു ഓപ്പറേഷനൊക്കെ ഡേറ്റ് തന്നു കഴിഞ്ഞാലും അഡ്മിറ്റ് ആയി കഴിഞ്ഞാലും ഏറെക്കുറെ ഒരു മാസത്തോളം അവിടെ കിടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓപ്പറേഷൻ ഡേറ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഓപ്പറേഷനൊക്കെ 1-2 മാസം നമ്മൾ മെഡിക്കൽ കോളേജിൽ കിടക്കണം. അത് തന്നെയല്ല അവിടുത്തെ നമ്മളിപ്പോ ആരെങ്കിലും 1-2 പേരൊക്കെ മെഡിക്കൽ കോളേജിലെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് 3-4 പേരുണ്ടെങ്കിലേ ഈ കാര്യങ്ങൾക്കൊക്കെ പറ്റത്തുള്ളൂ. അപ്പം തന്നെ ഞങ്ങൾ തോന്നി കമ്പത്തിനൊന്ന് വിളിച്ചു ചോദിച്ചാൽ എന്നാന്ന്. അപ്പോഴത്തേനും നമ്മൾ കമ്പത്ത് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നിടത്തോട്ട് വിളിച്ചു ചോദിച്ചു. അപ്പം ചുരുളിയപ്പൻ എന്ന് പറഞ്ഞ ആളുടെ നമ്പറാണ്. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ആളാണ് ഈ ചുരുളിയപ്പൻ എന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചപ്പം പറഞ്ഞു നേരെ നിങ്ങൾ എക്സ്റേയുടെ ഇതെല്ലാം വാട്സപ്പ് ചെയ്തപ്പോഴാണ് പറഞ്ഞു നേരെ ഇങ്ങ് പോരാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് രാത്രിയിൽ 1 മണിയായപ്പം കോട്ടയത്തു നിന്ന് കമ്പത്തേക്ക് തിരിച്ചു. അപ്പൊ ഇനിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഞങ്ങൾ 3:30-4 കൂടി കുമളി ടൗണിലെത്തി. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ നിർത്തിയതാണ്. ഞങ്ങൾ പതുക്കെയാണ് പോകുന്നത്, കാരണം അമ്മയ്ക്ക് ഭയങ്കര വേദനയാണ്. അത് ഭയങ്കരമായ വേദനയായിട്ട് വണ്ടിക്കകത്തിരിക്കുകയാണ്. അപ്പം ചെറിയ ഒരു കുഴി ചാടിയാൽ പോലും ഭയങ്കര വേദന, അതുകൊണ്ട് ഞങ്ങൾ പതുക്കെയാണ് പോകുന്നത്. അപ്പം നല്ല ചായയായിരുന്നു. ഉറക്കമെല്ലാം ഒന്ന് ചെറുനേരം അവിടെ ഞങ്ങളൊരു ഏറെക്കുറെ 1/2 മണിക്കൂറോളം കുമളി ടൗണിൽ തന്നെ നിന്നിട്ടാണ് പോയത്. കാരണം അവിടെ 7 മണിയാകുമ്പോൾ ചെന്നാൽ മതിയല്ലോ എന്നുള്ളതാണ്. കൂടുതൽ പതുക്കെ തന്നെയാണ്, സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇവിടുന്ന് 30-35 കിലോമീറ്ററും കൂടെ ഉള്ളൂ. പിന്നെ രാത്രിയിൽ ഭയങ്കര മഞ്ഞായിരുന്നു. പോകുന്ന വഴിക്കെല്ലാം വണ്ടിപ്പെരിയാർ, പീരിമേട് ആ സ്ഥലത്തെല്ലാം മഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചിന്ന ഓവാലപുരം എന്ന് പറയുന്ന സ്ഥലമാണ്, അവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇതിപ്പം പൂശാരി ഗൗണ്ടൻപെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം ഈ ഗ്രൗണ്ട്. അപ്പം അവിടെ ഞങ്ങൾ വന്ന് അവിടെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞു. 6:30 ആവുമെന്ന് പറഞ്ഞു വൈദ്യം വരുമ്പോഴത്തേന്. അപ്പം ഞങ്ങളവിടെ ഗ്രൗണ്ടിൽ നിൽക്കാൻ പറഞ്ഞു. അന്നേരം അവരുടെ ഈ വൈദ്യരുടെ ആൾക്കാരങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് അവരെല്ലാം വന്ന് വിളിക്കും നമ്മളെ അങ്ങോട്ട്. ഇതാണ് ചികിത്സയുടെ ഈ റൂമിൽ വെച്ചാണ് ചികിത്സ നടക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ആരും ഇല്ലാതെ ഇതെല്ലാം കണ്ടപ്പോഴത്തേന് വൈഫിനാകപ്പാടെ ഒരു അങ്കലാപ്പായിരുന്നു. കാരണം നമ്മൾ വന്നത് ശരിക്കുള്ള സ്ഥലത്താണോ ഇല്ല എന്നൊരു സംശയത്തിലായിപ്പോയി. ഇത് ചുരുളിയപ്പൻ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ എല്ലുമുറിവ് വിദഗ്ധനായിട്ടുള്ളത് കമ്പത്തെ. അപ്പം ഞാൻ ഒരുപാട് പേരോടൊക്കെ തിരക്കിയപ്പോൾ തന്നെ ഏറ്റവും നല്ലത് ഇദ്ദേഹമാണെന്നാണ് പറഞ്ഞത്. കാരണം അവിടെ ഒരുപാട് ഇങ്ങനെ ചികിത്സയുള്ളതുകൊണ്ട് പലർക്കും ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ആരും ഇല്ല, ഞങ്ങൾ വരുന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു. അപ്പം വൈദ്യരുടെ ശിഷ്യന്മാരെല്ലാം അവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വൈഫ് അന്നേരം പറഞ്ഞ് വിളിച്ച വൈദ്യനെ തന്നെ വേണമെന്ന് പറഞ്ഞ്. അപ്പം വൈദ്യൻ അന്നേരം ഇപ്പം വരുമെന്ന് പറഞ്ഞ്. അങ്ങനെ വൈദ്യനാണ് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയത്. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് അവിടെ ഭയങ്കര തിരക്കായി, ഒരുപാട് ആൾക്കാരാണ്. പിന്നെ തെരുതെര ആംബുലൻസിൻ്റെ വരവും എല്ലാം ഉണ്ട്. കമ്പത്തുനിന്ന് ഈ പൂശാരി ഗൗണ്ടൻപെട്ടി എന്ന് പറയുന്നത് 13 കിലോമീറ്റർ ദൂരമാണ്. പിന്നെ ഇവിടെ കൂടുതൽ ഇതുണ്ട്, നിങ്ങൾക്ക് കാണാം ഒരുപാട് ഇതെല്ലാം കോട്ടയത്തു നിന്ന് വന്ന വണ്ടികളാണ്. പാലാ സൈഡിൽ നിന്നൊക്കെ വന്നതാണ്. നല്ല മലയാളികളാണ്. അപ്പോൾ അവരെല്ലാം നമ്മൾ ഓരോ കാര്യങ്ങളെല്ലാം ഇവരോട് തിരക്കിയപ്പോഴത്തേനും അവരെല്ലാം നല്ല ഇവിടുത്തെ നല്ല ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം. അവരൊക്കെ 2-3 പ്രാവശ്യമായിട്ട് വന്നവരുണ്ട്, ആദ്യം വരുന്നവരുണ്ട്, മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ നേരിട്ട് വരുന്നവരുണ്ട്. ഇതൊക്കെ നേരിട്ട് വന്നതാണ് ആംബുലൻസ്. അപ്പോൾ അമ്മയുടെ കൈ അവർ പിടിച്ച് ഇതിട്ടപ്പോൾ തന്നെ നല്ല വേദനയായിരുന്നു.
തൊട്ടടുത്തൊരു മരുന്ന് ഈ ദേഹത്ത് പറ്റുന്ന ഒരു മരുന്നിൻ്റെ കടയും കൂടെ ഉണ്ട്. അവിടെ നമ്മളെ കൊണ്ട് ചെറിയ മരുന്ന് മേടിക്കുന്നുണ്ട്. ഇതേ ഞാൻ അവിടെ വന്ന പലരുമായിട്ട് ഞാൻ സംസാരിച്ചു. ഇദ്ദേഹത്തിൻ്റെയൊക്കെ കാല് ഭയങ്കര ഒടിവായിരുന്നു. അതൊക്കെ ഇപ്പം എന്തേ ഒരു കുഴപ്പമില്ലെന്ന് എന്നെ മടക്കിയൊക്കെ കാണിക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല. ഉണ്ടോ, ഇന്നിപ്പം അതിൻ്റെ കെട്ടൊക്കെ അഴിച്ച ദിവസമാണ്. ശരിക്കും നമ്മളിവിടുത്തെ കാഴ്ച കണ്ടാൽ ഞെട്ടിപ്പോവും. അത്രയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ നടക്കുന്നത്. ഓരോരുത്തരെയൊക്കെ എടുത്തുകൊണ്ട് വരുന്നതും എല്ലാം കണ്ട് ഇവിടെ ശരിക്കും ഇവിടുത്തെ ഇതെല്ലാം കണ്ടപ്പോഴത്തേനാണ് നമുക്ക് ഒരു ശ്വാസം നേരെ വീണേ. കാരണം എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും നമ്മൾ വന്ന് പെട്ട സ്ഥലം നല്ലതാണ്. ഞാൻ ഈ വീഡിയോ നേരത്തെ എടുത്തതാണ്. കാരണം നമ്മൾ പോയിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഫലിച്ചെങ്കിൽ മാത്രമല്ല നമ്മൾ ആ വീഡിയോ എടുത്തിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടും അതിൻ്റെ അത് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ താമസിച്ചിടുന്നത്. കാരണം അമ്മയ്ക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ 5 പ്രാവശ്യം പോയി, ഒരു പ്രശ്നവുമില്ല. അമ്മയ്ക്കിപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൈക്കായിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ടും 2 രീതിയാണ്. മെഡിക്കൽ കോളേജിൽ ഒരിക്കലും അവരിങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിനോട് അവർ പറയത്തില്ല. അവർ ഓപ്പറേഷൻ്റെ കാര്യമേ പറയത്തുള്ളൂ. ഇപ്പം ഞങ്ങളവിടുന്ന് ഇങ്ങനെയുള്ള അസുഖങ്ങൾ, ഈ ഒടിവും ചതവും അങ്ങനെ ഇതൊക്കെ ഉള്ളവർ ഈ നമ്പർ, ഞാൻ ഇവരുടെ നമ്പർ ലാസ്റ്റ് കൊടുത്തേക്കാം. ആ നമ്പറിൽ വിളിച്ച് അവരന്നേരം വാട്സാപ്പിൽ എൻ്റെ ഡീറ്റെയിലും എക്സ്റേ ഒക്കെ ഇടാൻ പറയാം. എല്ലാം നോക്കിയിട്ട് മാത്രമേ അവരും ഇത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ അവർ വരാൻ പറയത്തുള്ളൂ. അല്ലാതെ നമ്മുടെ അനാവശ്യമായിട്ട് പൈസ മേടിക്കുന്ന പരിപാടികളൊന്നുമില്ല. പിന്നെ ഇവിടെ നമുക്ക് നിസ്സാര തുകയായിട്ടുള്ളൂ. നമ്മൾ ആദ്യം ചെന്നപ്പോഴത്തേന് 600 രൂപയാണ് നമുക്കായത്. പിന്നെ എല്ലാ പ്രാവശ്യം 500 രൂപ വെച്ചാണ് ആയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കോട്ടയത്തു നിന്ന് ഇപ്പോൾ ഒരു വണ്ടി വിളിച്ചൊക്കെ ആംബുലൻസ് ഒക്കെ വിളിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടം വരെയുള്ള വണ്ടിക്കൂലി വരും. പിന്നെ സ്വന്തം വണ്ടിയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ പൈസ അതാ വരുന്നുള്ളൂ. വേറെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിന് അധികം പൈസയൊന്നുമില്ല. പിന്നെ പോക്കും വരവും ഒക്കെ ഇത്രയും ദൂരം വരണം. 135 കിലോമീറ്ററോളം നമ്മൾ യാത്രയുണ്ട്. നമുക്കൊരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടോ, എല്ലാം വരുന്നത് അതുപോലെ സ്ട്രെച്ചറിലൊക്കെ അനങ്ങാൻ മേലാത്ത വിധത്തിലുള്ള ആൾക്കാരെയൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇവരൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഇവിടുത്തെ ഇത് കഴിയുമ്പോൾ തന്നെ എഴുന്നേറ്റ് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേനും നമുക്ക് അപ്പോഴേ നമ്മളൊന്ന് ഞെട്ടിപ്പോവും. അപ്പം നമ്മുടെ പുതുപ്പള്ളിയിൽ ഒരാൾ ഇതുപോലെ ഒരു ടിപ്പർ ഓടിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അന്നേരം പുള്ളിക്ക് ഇതുപോലെ ഒരു ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കിടന്നിട്ട് അവസാനം അവരവിടുന്ന് ഇവിടെ കമ്പത്ത് കൊണ്ടുവന്നിട്ടാണ് ഇപ്പം മാറിപ്പോൾ അദ്ദേഹം വണ്ടി ഓടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഇതുപോലെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നുണ്ട്, എൻ്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ തിരക്കിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ട് ബോധിച്ചതിന് ശേഷം മാത്രമല്ലേ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഞങ്ങൾ 5 പ്രാവശ്യം പോയി ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അത് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. കാരണം ആർക്കെങ്കിലും, നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഇതുപോലുള്ളൊരു കേസ് ഇടുന്ന മെഡിക്കൽ കോളേജിലും മറ്റുള്ള പ്രൈവറ്റിലാണെങ്കിൽ കുഴപ്പമില്ല. പ്രൈവറ്റിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് അവർ ഓപ്പറേഷൻ ചെയ്യും. പക്ഷേ എമൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത എമൗണ്ട് ആയിരിക്കും. മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെൻറ്റ് എല്ലാം എനിക്ക് ഇഷ്ടമാണ്. അവിടുത്തെ ഞാൻ ആരോടും മെഡിക്കൽ കോളേജിൽ പോകാനേ പറയത്തുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള ഇപ്പം നമ്മളൊരു എമർജൻസി ആയിട്ട് ചെല്ലുന്നത് മാത്രമേ അവർ ഓപ്പറേഷൻ ചെയ്യത്തുള്ളൂ. അല്ലാത്തത് അവർ ചില താമസം പറയും. കാരണം ഒരുപാട് രോഗികളുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 1-2 മാസത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരും മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അതും പിന്നെ നമ്മുടെ അടുത്ത് നിൽക്കാൻ ആൾക്കാർ വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്ക് ആദ്യത്തെ ദിവസം പോയപ്പോൾ മാത്രമേ ഉള്ളൂ ഒരു വേദന ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പിടിച്ചിടുകയും തിരുമുകയും ചെയ്യുമ്പോഴത്തെ വേദന മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആ വേദന എല്ലാം മാറും. അപ്പോൾ ഞങ്ങളിപ്പം അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരാൻ വരുമ്പോഴത്തേന് അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പം ആദ്യത്തെ പിടിച്ചതിൻ്റെ ഒരു വേദന മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന ആൾക്കാരോട്, പല സ്ഥലത്തിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്, അവരോടെല്ലാം ഞാനിതിൻ്റെ അഭിപ്രായങ്ങളും അവർക്ക് പറ്റിയ മെലായിയുടെ കാര്യങ്ങളും എല്ലാം തിരക്കി. കൂടുതലും മലയാളികളൊക്കെയാണ്. അവിടുത്തെ കാര്യം കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ പ്രദേശം മുഴുവന് ഇതുപോലുള്ള ചികിത്സയുടെ ഒരു കേന്ദ്രമാണ്. പൂശാരിപ്പെട്ടി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആരോട് ചോദിച്ചാലും ഇതുപോലെ കമ്പത്ത് പൂശാരിപ്പെട്ടി എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ ഈ എനിക്ക് 1000-കണക്കിന് വൈദ്യന്മാർ ഇതുപോലെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എല്ലാ സ്ഥലത്തോടെ ഞാൻ അതിൽ നടന്നു നോക്കിയപ്പോൾ എല്ലാ മുറിയിലും ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഇതെല്ലാം വെച്ച് കെട്ടും ഇതിങ്ങനെയുള്ള ചതവിൻ്റെ അങ്ങനെയുള്ള മുഴുവനാണ് കാണിക്കുന്നത്.
ഇത് തേനി ജില്ലയാണ് ശരിക്കും ഈ പൂശാരിപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലം. ഇത് നമ്മൾ രാത്രി നിന്ന സ്ഥലമാണ്. ഞങ്ങൾ പല പ്രാവശ്യം അങ്ങനെ പോയ സമയത്തൊക്കെ എടുത്ത വീഡിയോകളാണ്. അവിടെ സ്ഥലമില്ലെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ ഇവിടെ വന്നാണ് പാർക്ക് ചെയ്യുന്നത്. അവിടെ ചിലപ്പോൾ അവിടെ ഇടയില്ല, വാഹനങ്ങൾ അധികം അതുപോലെ തിരക്ക് വരുന്ന സ്ഥലമാണ്. ഇതാണ് പൂശാരിപ്പെട്ടി എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനാണ്. ഇത് ഇവിടെ ബസ് സ്റ്റാൻഡും കൂടെയാണ്. ബസ്സൊക്കെ വരുന്നുണ്ട്, ലൈൻ ബസ്സൊക്കെ ഇതിവിടെ വരുന്നുണ്ട്. ഇവിടെ ഈ സൈഡിലെല്ലാം ഇതുപോലെയുള്ള ചെറിയ മുറിക്കകത്തെല്ലാം ഇതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്ഥലങ്ങളാണ്. ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വന്നിട്ടുണ്ട്. അവർ ഇവിടെ വന്ന വാഹനങ്ങളൊക്കെയാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ഈ പരിസരങ്ങളെല്ലാം മൊത്തം ഒന്ന് കറങ്ങിയായിരുന്നു. നല്ലൊരു ഗ്രാമം തന്നെയാണ്, നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പോലെയുള്ള ഗ്രാമമാണ്. കൂടുതൽ ഇതിൻ്റെ ഈ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ആവശ്യം എല്ലാം കൃഷി സ്ഥലങ്ങളാണ്. ഇതൊരു ക്ഷേത്രമാണ്, ഗണപതി ക്ഷേത്രമാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ രാത്രി വരുന്ന സമയത്ത് പുലർച്ചെ സമയത്തൊക്കെ കളയിടിയിലുണ്ട്. വീടിൻ്റെ വാതിക്കലൊക്കെ എല്ലാ വീടിൻ്റെ വാതിക്കലും ഇങ്ങനെ വെളുപ്പിനെ കളയിടും. നമ്മളതിലെ വാഹനമൊക്കെ ആയിട്ട് വരുന്നത്. കാരണം എത്ര വീതി കുറഞ്ഞ വഴികളാണ്, ചെറിയ വഴികളാണ് കൂടുതലും. ഇവിടെ എല്ലാം ഈ മുറിക്കകത്തെല്ലാം ഇതുപോലെ തന്നെ ചികിത്സ റൂമുകളാണ്. ഈ വലത്ത് സൈഡിൽ ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റിന് അവിടെ ആളെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പം നമ്മൾ ഈ ചുരുളിയപ്പൻ എന്ന് പറഞ്ഞ ആളെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞതുപോലെ ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേന് ഒരുപാട് പേര് നിങ്ങളുടെ ഇരിക്കെ വരും. അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും പോയേക്കരുത്. കാരണം വന്നു കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയതുകൊണ്ട് കേട്ടോ. ഇവിടെ ചികിത്സയ്ക്ക് വന്നിട്ട് ഒരുപാട് പേർക്ക് പ്രശ്നം ആയതുകൊണ്ട്. കാരണം നമ്മളതെല്ലാം തിരക്കിയതിന് ശേഷം മാത്രമാണ് ഇപ്പം ഈ ചുരുളിയപ്പൻ എന്ന് പറഞ്ഞ ആളാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ചികിത്സ. അദ്ദേഹത്തിൻ്റെ ഒരിക്കലേ പോകാവുള്ളെന്ന് പറയുന്നൊരു കാര്യം നമുക്ക് പോയ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ പുതുപ്പള്ളിയിൽ ഒരാൾ ടിപ്പർ ഓടിച്ചുകൊണ്ടിരുന്ന ആൾക്ക് ഇതുപോലെ ഒരു മേലായിക വന്നിട്ട് ഓപ്പറേഷൻ അല്ലാതെ വേറെ ഒരു പോംവഴിയില്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവരെല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അദ്ദേഹം ഇപ്പം വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വിളിച്ച് പറഞ്ഞ് എന്നോട് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നുണ്ട്, ഇതുപോലെ അമ്മയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്തോളാം എന്ന് പറഞ്ഞു. കാരണം നമുക്ക് പോയിട്ട് നമുക്ക് മനസ്സുകൊണ്ട് ഒരു തൃപ്തിയായെങ്കിൽ, അതുപോലെ പോയതിൻ്റെ പ്രയോജനം കിട്ടിയെങ്കിൽ മാത്രമല്ല നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ. അമ്മയ്ക്ക് ഓരോ പ്രാവശ്യം വന്നപ്പോൾ അമ്മയ്ക്ക് മാറ്റമായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. തോളലിനായിരുന്നു പൊട്ടൽ. ഇത് കാണുന്നത് ഇപ്പം ഈ മരുന്നെന്ന് പറഞ്ഞാൽ ഈ കുഴമ്പ് വിൽക്കുന്ന കടയാണ്, ഈ ചെറിയൊരു കടയാണ്. അതവിടെ അവർ ചെറിയ കുപ്പിക്കകത്ത് നമ്മൾ പറയുന്നതിൻ്റെ എത്ര മില്ലിയാണെന്ന് വെച്ചാൽ അന്നേരം തന്നെ അവരവിടെ നിന്ന് തരും. ആദ്യത്തെ ഞങ്ങളൊക്കെ പിന്നെ 600 രൂപ ആദ്യത്തെ പോക്കിനാണുള്ളൂ. പിന്നെ ഓരോ പോക്കിനും 500 രൂപ വെച്ച്. പലരോടും പല രീതിയിൽ പൈസ മേടിക്കുന്നുണ്ട്. ഒരാൾ നമ്മളവിടെ നിൽക്കുമ്പോൾ ഒരാളോട് 800 മേടിക്കുന്നുണ്ട്, 1000 മേടിക്കുന്നു, അങ്ങനെയൊക്കെ മേടിക്കുന്നുണ്ട്. ഓരോ ചികിത്സയുടെ അനുസരിച്ചാണെന്ന് തോന്നുന്നു അവർ പൈസ മേടിക്കുന്നത്. അതുപോലെ ഞങ്ങൾക്ക് അതിലും അധിക സമയം നിൽക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പോരാൻ പറ്റി. കുഴമ്പ് മേടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ ഒരുങ്ങുകയാണ്. ആ സ്കൂട്ടറെ വന്നയാടെ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാം, അദ്ദേഹത്തിൻ്റെ കായ്ക്ക് ഒടിവാണ്. എന്നിട്ടാണ് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് വരുന്നത്. അവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഇതുണ്ട്, മുന്തിരിത്തോട്ടമുണ്ട് റോഡ് സൈഡിൽ തന്നെ. അപ്പം ഞങ്ങൾ അവിടെ മുന്തിരിങ്ങ അവിടെ വിൽക്കുന്നുണ്ട്. അവിടുന്ന് മുന്തിരി തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ച സാധനമാണ് അവരവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ കിലോയ്ക്ക് 50 രൂപയാണ്.
അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മുന്തിരിങ്ങ മേടിച്ചു. അവർ പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി അവിടെ കഴുകിയാണ് തരുന്നത്. നല്ലപോലെ കഴുകിയിട്ട് കുറച്ച് കഴിച്ച് നോക്കാൻ പറയും, മധുരം ഉണ്ടാണോ ഇല്ലെന്നറിയാം. നല്ല മുന്തിരിങ്ങ ആയതുകൊണ്ടാണ് ഞങ്ങൾ മേടിച്ചത്. പിന്നെ ഇവിടെ നല്ല സ്ഥലങ്ങളാണ്, നമുക്ക് കാഴ്ചയ്ക്ക് നല്ല എല്ലാം കൂടുതലും മുന്തിരിത്തോട്ടമൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. തൊട്ട് പുറത്തെ ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് അവിടെ പറിക്കുന്നുണ്ട്, അവിടെ നിന്ന് പറിച്ചതാണെന്നാണ് പറയുന്നത്. പിന്നെ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് 2 മുന്തിരിത്തോട്ടമുണ്ട്. നമുക്ക് മെയിൻ റോഡിൽ തന്നെയാണ്, കമ്പത്ത്. അതൊന്ന് MSRൻ്റെ മുന്തിരിത്തോട്ടം, ഒന്ന് ജെനിസ് എന്ന് പറഞ്ഞ 2 കമ്പനികളാണ്. രണ്ടിടത്തും ഇതുപോലെ തന്നെ മുന്തിരിത്തോട്ടങ്ങളുണ്ട്. ഈ കമ്പത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് നമുക്ക് എപ്പം ചെന്നാലും മുന്തിരിത്തോട്ടം കാണാമെന്നുള്ള, കാരണം അവർ ഓരോ പ്ലാന്റ് ചെയ്യുന്നത് അത് തീരുമ്പോഴാണ് അടുത്തത് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ സമയത്തും ഇവിടെ മുന്തിരിങ്ങ കാണാമെന്നുള്ളതാണ് കമ്പത്തെ പ്രത്യേകത. പിന്നെ ഇവിടെ തന്നെ ഇവിടുന്ന് വിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം നമ്മളോട് പറഞ്ഞ 70 രൂപയാണ് കിലോയ്ക്ക് പറഞ്ഞത്. ഇവിടെ അവർ ഒരു ബോക്സായിട്ടാണ് വരുന്നത്, 3 കിലോയുടെ ഒരു ബോക്സാണ്. പിന്നെ ചില പച്ചക്കറി ഇങ്ങോട്ട് വന്ന വഴിക്ക് മേടിച്ചു. കമ്പത്ത് മാർക്കറ്റുണ്ട്, പക്ഷെ അത് പുലർച്ചെയാണ്, അതിൻ്റെ സമയം കഴിഞ്ഞ് പോയതുകൊണ്ടാണ്. പിന്നെ പച്ചക്കറി മേടിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഫ്രഷ് സാധനമാണ്, നമുക്ക് വലിയ വില വ്യത്യാസമൊന്നുമില്ല നമ്മുടെ ഇതുമായിട്ട്. പിന്നെ വഴിയിലൊരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ടിൽ ഉണ്ട്, ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ നമുക്ക് വളരെ സൂക്ഷിച്ച് വാഹനം ഓടിക്കേണ്ട റൂട്ടുകളാണ്. കുമളി കമ്പം തേനി റോഡെന്ന് പറയുന്നത് അപകടത്തിൻ്റെ ഒരു മേഖല തന്നെയാണ്. കാരണം റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് വാഹനങ്ങളെല്ലാം അമിത വേഗത്തിലാണ് വരുന്നത്. ഇപ്പോൾ അവിടെ പിന്നെ അവർ ഒരുപാട് ഹമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ സിഗ്നൽ ലൈറ്റ് എല്ലാം. പിന്നെ പലയിടത്തും പോലീസിനെ നിർത്തിയിട്ടുണ്ട്, കാരണം ഇതുപോലെ അപകടങ്ങൾ പെരുകുന്നതുകൊണ്ടാണ് അവർ അതിനുള്ള മുൻകരുതൽ അവിടെ എടുത്തിട്ടുണ്ട്. വാഹനമായിട്ട് വരുന്നവരെല്ലാം വളരെ ശ്രദ്ധിച്ചാണ് പോകുന്നത്. അത് പിന്നെ വേറെ ശല്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അതൊരു സൈഡ് പറ്റി അങ്ങ് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ, ആരെയും ഉപദ്രവിക്കുന്നൊന്നുമല്ല. ഞങ്ങളവിടെ നിന്ന് പച്ചക്കറി മേടിച്ചുകൊണ്ട് ഞങ്ങളവിടെ നിന്ന് നേരെ ഇങ്ങി പോന്നു. നേരെ നമ്മൾ കുമളിയിലേക്ക് പോരുകയാണ്. വഴി നിരന്നാണ് പോകുന്നാണ്ടല്ലേ, നമ്മൾ സൈഡ് ഒതുക്കി പൊക്കോണം. തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഇവിടുത്തെ റോഡുകളാണ്. നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളാണ്, വണ്ടി എത്ര വേണേലും സ്പീഡിൽ കയറ്റി വിടാൻ പറ്റുന്ന റോഡുകളാണ്. പിന്നെ റോഡിൻ്റെ ഇരുവശത്തുമുള്ള കാഴ്ചകളുമൊക്കെ നല്ല ഓണം കൃഷി സ്ഥലങ്ങളാണ് കൂടുതൽ. ഇവിടെ എല്ലാം മുന്തിരിത്തോട്ടമുണ്ട്, പക്ഷെ ഇങ്ങോട്ടൊന്നും ആരെയും അവർ കയറ്റത്തില്ല. എല്ലാം ഉണ്ട്, ഏറ്റവും കൂടുതൽ വാഴ, അതുപോലെ തെങ്ങ്, കൃഷിയുടെ ഒരു കേന്ദ്രമാണ് കമ്പം തേനി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ ലോവർ ക്യാമ്പ് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് കുമളിയിലോട്ടുള്ള യാത്രയും നല്ല രസമാണ്. പിന്നെ കൂടുതൽ മഞ്ഞ്, പിന്നെ വഴിനീളെ കുരങ്ങന്മാരെയൊക്കെ നല്ല കാഴ്ച കണ്ടിങ്ങനെ നല്ല രസമുള്ളൊരു യാത്രയാണ് ഈ റൂട്ട്. മുഴുവൻ വളവും തിരിവാണ്, അതുപോലെ ശ്രദ്ധിക്കണം, കാരണം അതുപോലെ സ്പീഡിലാണ്. പിന്നെ കുരങ്ങന്മാരിങ്ങനെ വണ്ടിയുണ്ടോ ക്രോസ് ചാടുകയും ചെയ്യുന്നുണ്ട്.
പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനങ്ങളെല്ലാം അവരൊന്നും ഇതില്ല, ചുമ്മാതെ ബസ്സൊക്കെ വരുന്ന വരവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. അവർ റോങ് സൈഡൊക്കെയാണ് കയറി വരുന്നത്. നമ്മളതുപോലെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു റൂട്ടും കൂടെയാണിത്. മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ട് വരുന്ന ടണൽ ഒക്കെ കാണുമ്പോൾ നല്ല രസമാണ്. കുരങ്ങന്മാരുള്ളിടത്ത് വാഹനം നിർത്തി ഇറങ്ങുകയൊന്നും ചെയ്യരുത്. കാരണം ഇവരെല്ലാം അക്രമ സ്വഭാവമുള്ളവരാണ്. ആഹാരം പോലും അങ്ങനെ കൊടുക്കരുതെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് ശബരിമല സീസണാണ്, അതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുമളിയിൽ എത്തിയിരിക്കുകയാണ്. കുമളി ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നല്ല തിരക്കാണ്. വാഹനങ്ങൾ മിക്കപ്പോഴും വരുമ്പോഴത്തേന് നമുക്ക് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നൊരു സ്ഥലമാണ് കുമളി ടൗണ്. ഒരു വിജയവാഡയിൽ നിന്ന് സൈക്കിളിൽ വന്നൊരു ശബരിമലയ്ക്ക് പോയ അയ്യപ്പനാണ്. ഞാനവിടെ നിർത്തി അദ്ദേഹത്തോട് ചോദിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ സൈക്കിളിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, വിജയവാഡ ടു ശബരിമല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കഴിക്കാൻ നിർത്തിയത് വണ്ടിപ്പെരിയാറിലാണ്, പട്ടാളക്കാരൻ്റെ തട്ടുകടയിലാണ് നിർത്തിയിരിക്കുന്നത്. ഇദ്ദേഹമായിട്ട് എനിക്ക് നേരത്തെ ഒരു ചെറിയ പരിചയമുണ്ട് വണ്ടിപ്പെരിയാറ്റ് വെച്ച്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറിയത്. നല്ല ഫുഡാണ്. കാരണം ഒരുപാട് സിനിമാ താരങ്ങളൊക്കെ വരുമ്പം ഈ റൂട്ടിൽ വരുമ്പോൾ ഇവിടെ നിന്നാണ് ആഹാരം കഴിക്കുന്നത്. ഒരുപാട് ഫോട്ടോ എല്ലാം അദ്ദേഹം അവിടെ വെച്ചിട്ടുണ്ട് ഒരുപായിട്ടൊക്കെ നിൽക്കുന്നത്. നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് ഈ ഹോട്ടൽ ഇരിക്കുന്ന സ്ഥലം. നല്ല ഫുഡായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകുന്നത് വളഞ്ഞെങ്ങാനം ആ റൂട്ട്, അവിടെ നിർത്തി ഒരു ചായ കുടിച്ചു. ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇതിൽ വന്നപ്പോൾ ഭയങ്കര തിരക്കാണ്. ശബരിമല സീസൺ ആയി കഴിയുമ്പോഴത്തേനും ഇവിടെ നല്ല തിരക്കാണ്. അവിടെ കുളിക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് അയ്യപ്പന്മാർ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇപ്പം ഞാൻ ഇതാണ് അവിടുത്തെ നമ്പർ. കെയർ ചുരുളിയപ്പൻ എല്ലിമുറിവ് വിദഗ്ധൻ ഉണ്ട്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. പൂശാരി കൗണ്ടംപെട്ടി, ചിന്ന ഓവലാപുരം, ചിന്നമന്നൂർ വഴി തേനി ജില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്രദമാണെങ്കിൽ ഈ നമ്പർ കൊടുക്കുക, വിളിക്കുക, ചെല്ലുക. കാരണം നമ്മളെ സംബന്ധിച്ച് പോയി അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞങ്ങൾ പോയ കാര്യങ്ങൾ മുഴുവൻ സാധിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല, അമ്മ സുഖമായിട്ടിരിക്കുന്നു. അപ്പം വിളിക്കുമ്പോഴത്തേന് അവർ ലൊക്കേഷൻ ഇട്ട് തരും. അതുകൊണ്ട് ആർക്കും വഴി തെറ്റത്തില്ല. ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ചെല്ലാൻ പറ്റും. Wow.